തൻ്റെ ഭരണത്തിനെതിരെ ശബ്ദിക്കുന്നവരെ ആണായാലും പെണ്ണായാലും അന്ധനായാലും ബധിരനായാലും മുടന്തനായാലും ഇരുകാലികളും നഷ്ടപ്പെട്ടവനായാലും തെരുവിൽ അനധികൃത താൽക്കാലിക കോട്ടകൾ പണിതോ മനുഷ്യ സ്വാതന്ത്ര്യം ഹനിച്ചോ തടങ്കൽ പാളയങ്ങളിൽ കൊണ്ടിട്ടോ രാവണൻ കോട്ടകൾ തീർത്തോ സേനാവ്യൂഹം സുരക്ഷിതത്വം ഉറപ്പാക്കിയെന്ന് വരുത്തി തീർക്കുമ്പോൾ ഭരണത്തലവൻ അത് കണ്ട് ആനനാസ്റ്റുകൾ പൊഴിക്കുന്നത് കേരളത്തിൽ പതിവ് ദൃശ്യമായിരിക്കുകയാണ്. എങ്ങനെയാണ് പെൺകുട്ടികളടക്കമുള്ള കൗമാരപ്രായക്കാരെയും യുവതിയുവാക്കളെയും തെരുവിൽ വേട്ടയാടുമ്പോൾ ഒരു മുഖ്യമന്ത്രിക്ക് അതിന് ഒത്താശ ചെയ്യാൻ കഴിയുക? പക്ഷേ ഇതെല്ലാം കണ്ട് ആനന്ദിക്കുന്ന മാനസിക നിലയിൽ കഴിയുന്നവരെ കേരളം ദിവസേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നവകേരള ബസ് യാത്രയിൽ പോലും ഇത്തരം ഹിംസാത്മകമായ സംഭവങ്ങൾ കാണാനിടയായി. പോലീസ് തന്നെ നിയമം ലംഘിക്കുന്ന സംഭവ പരമ്പരകൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. കേരളത്തിൽ 2 തരം പൗരന്മാരുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവും. പോലീസ് സേനയ്ക്ക് പേയിളകിയിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. പരമോന്നത നീതിപീഠം തന്നെ പലവട്ടം ഇക്കാര്യത്തിൽ ഇടപെടുകയും കർക്കശമായ ശാസനയും താക്കീത് നൽകിയിട്ടുള്ളതുമാണ്.